യേശുവേ, അവിടുത്തെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ടാണ് എനിക്ക് ഈ വിധി വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുവാനോ അത് തിരുത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ല, അഥവാ അതിന് സമയമില്ല. മറിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതാണ് യേശുനാഥൻ നമ്മോട് ഈ സുവിശേഷത്തിലൂടെ പറഞ്ഞത്. നീ അന്യൻ്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാൻ ശ്രമിക്കാതെ നിന്റെ കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണം എടുത്ത് നീക്കൂ എന്ന്. നമ്മുടെ അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി എങ്ങനെയാണ് എന്ന് നാം ഒന്ന് പരിശോധിക്കണം എപ്പോഴും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ, യേശുനാഥൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ വാക്ചാതുര്യമല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ നല്ല ജീവിതം, നല്ല പ്രവർത്തനങ്ങൾ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് സാധിക്കട്ടെ. അതാണ് അവിടുന്ന് നമ്മോട് ഈ സുവിശേഷത്തിലൂടെ പറഞ്ഞു തരുന്നത്. വീണ്ടും അവസാനത്തെ തിരുവചനം 12-ാം വാക്യം പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. അതുകൊണ്ട് ആരും എനിക്കത് ചെയ്തു തന്നില്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകിയില്ല എന്ന് പരിഭവപ്പെടുന്നതിനേക്കാൾ ഉത്തമം
മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടത് എന്ന് നാം ആലോചിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ഏവർക്കും സമാധാനം നിറയട്ടെ.